നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാലം തീരാൻ പോകുകയാണെന്നും കെപിസിസി പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും LDF സ്ഥാനാർത്ഥി. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് തിരുവനന്തപുരത്ത് നടന്ന CPM സംസ്ഥാന കമ്മിറ്റി. ഇതോടെ ജോയ്സ് ജോർജ് ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നത് ഇത് മൂന്നാം തവണ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പട്ടയമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല പട്ടയമേള വ്യാഴാഴ്ച ചെറുതോണിയിൽ നടക്കും. സംസ്ഥാനതല പട്ടയമേളയുടെ തത്സമയം 14 ജില്ലകളിലും നടക്കുന്ന ജില്ലാതല പട്ടയമേളകളിലായി വിതരണം ചെയ്യുന്നത് 30,000-ഓളം പട്ടയങ്ങൾ. കേരളത്തിൽ BJP 10-ലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത്. മോദി ഗ്യാരണ്ടി ഇത്തവണ കേരളത്തിൽ പ്രതിഫലിക്കും. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും BJPയുടെ വികസിത് ഭാരത് യാത്ര എത്തുമെന്നും പ്രമോദ് സാവന്ത്. വിശദമായ വാർത്തകളിലേക്ക്. പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അടിമാലിയിൽ സമരാഗ്നി ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാലം തീരാൻ പോകുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ജാഥ ഇടുക്കിയിൽ തൊടുപുഴ, അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത്. തൊടുപുഴയിലായിരുന്നു ആദ്യ സ്വീകരണം. യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. സ്വീകരണ യോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ വാദ്യമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും അണിനിരന്നു. സ്വീകരണ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നു. ഇതാ കടന്നു വരുന്നു. കേരളത്തിൽ ഭരണം നിശ്ചലമായ സാഹചര്യമാണുള്ളതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനത്തെ കളിയാണ് ഈ കളി. ഒരു തർക്കവും വേണ്ട, ശിക്ഷിക്കും. പിണറായി വിജയന്റെ മകൾ അകത്തു പോകും, കൂട്ടത്തിൽ പിണറായി വിജയനും പോകും. ഈ രാജ്യത്ത് നിയമമുണ്ടെങ്കിൽ, നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ, നീതിന്യായ പീഠമുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട. എക്സാലോജി കമ്പനിയുടെ അഴിമതിയിൽ അച്ഛനും മകളും ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇന്ത്യ രാജ്യം ഇതുവരെ നിലനിന്നത് ഒറ്റ വാക്ക് പറഞ്ഞു ചുരുക്കാം: മതേതരത്വത്തിന്റെ പുറത്താ, ജനാധിപത്യത്തിന്റെ പുറത്താ. മതേതരത്വം ഇല്ലായിരുന്നു. ഇവിടെ വർഗീയ പ്രസ്ഥാനങ്ങൾ, ഇവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം എന്നേ തകർന്നേനി. സ്വാതന്ത്ര്യം കിട്ടുമ്പോ ചിതറിക്കിടന്ന നാളാ. അവിടെ മതങ്ങൾ വ്യത്യസ്തമാണ്, ജാതികൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. ഇതിനെയൊക്കെ കോർത്തിണക്കിയാണ് ഇത്രയും കാലം ഇന്ത്യ രാജ്യത്തെ നിലനിർത്തിപ്പോയത്. ആരാണ്? നരേന്ദ്രമോദിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ MLA തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും LDF സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് നടന്ന CPM സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഇതോടെ ജോയ്സ് ജോർജ് ഇത് മൂന്നാം തവണയാണ് പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നത്. സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. 2019 തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കണക്കിലെടുത്താണ് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കി പോരാട്ടത്തിന് വീര്യം പകരാൻ CPM ഒരുങ്ങുന്നത്. ഇതോടെയാണ് ജോയ്സ് ജോർജിന് വീണ്ടും ഇടുക്കിയിൽ അവസരം ലഭിച്ചത്. ഇത് മൂന്നാം തവണയാണ് ജോയ്സ് ജോർജ് പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നത്. കഴിഞ്ഞ 2 തവണ UDFിലെ ഡീൻ കുര്യാക്കോസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആദ്യ തവണ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തിയ ജോയ്സ് ജോർജിന് രണ്ടാം തവണ പരാജയം നേരിടേണ്ടി വന്നിരുന്നു.
UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ. അങ്ങനെയായാൽ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും ഇത് മൂന്നാം തവണയാണ് ഇടുക്കിയിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന പട്ടികയനുസരിച്ച് ഒരു മന്ത്രിയും ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 3 ജില്ലാ സെക്രട്ടറിമാരും പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 എണ്ണത്തിലാണ് CPM മത്സരിക്കുക. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പട്ടയമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല പട്ടയമേള വ്യാഴാഴ്ച ചെറുതോണി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കും. സംസ്ഥാനതല പട്ടയമേളയുടെ തത്സമയം 14 ജില്ലകളിലും നടക്കുന്ന ജില്ലാതല പട്ടയമേളകളിലായി 30,000-ഓളം പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചെറുതോണിയിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലയിൽ വിവിധ ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം തയ്യാറാക്കിയ 1000 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത്. ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ, വിവിധ ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവ മുഖേന തയ്യാറാക്കിയ 1993 ഭൂമി പതിവ് ചട്ടങ്ങൾ, ജില്ലയിലെ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് കണ്ടെത്തിയ ഭൂമിക്കുള്ള പട്ടയങ്ങൾ, രാജീവ് ദശലക്ഷം പദ്ധതി പ്രകാരം ഹൗസിംഗ് ബോർഡ് ഭവന പദ്ധതി നടപ്പാക്കിയ ഗുണഭോക്താക്കൾക്കുള്ള പട്ടയങ്ങൾ, വനാവകാശ രേഖകൾ, ലാൻഡ് ട്രൈബ്യൂണൽ ക്രയ സർട്ടിഫിക്കറ്റുകൾ, മുനിസിപ്പൽ പ്രദേശത്തെ പട്ടയങ്ങൾ, ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം പട്ടയങ്ങൾ എന്നിവ മേളയിൽ വിതരണം ചെയ്യും. 1993 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള 670 പട്ടയങ്ങളും 1964 ചട്ടങ്ങൾ പ്രകാരമുള്ള 198 35 LT ക്രയ സർട്ടിഫിക്കറ്റുകളും, 1995 മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരമുള്ള 5 പട്ടയങ്ങളും, ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം പ്രകാരമുള്ള 13 പട്ടയങ്ങളും, 79 വനാവകാശ രേഖ എന്നിവയുമാണ് മേളയിൽ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി അവരെ ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. മൂന്നാം പട്ടയമേളയ്ക്ക് ശേഷം സജ്ജമാക്കിയ 30,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യുന്നതോടെ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങളെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിലാണ് റവന്യൂ വകുപ്പ്. ജില്ലാതല പട്ടയമേളയിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ജില്ലയിലെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ BJP 10-ലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത്. മോദി ഗ്യാരണ്ടി ഇത്തവണ കേരളത്തിൽ പ്രതിഫലിക്കും. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും BJPയുടെ വികസിത് ഭാരത് യാത്ര എത്തുമെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. I'm taking the review of altogether 4 MP constituencies in the Kerala. I'm very much confident that this time the Modiji's guarantee will work in the Kerala. We are getting the 10+ seats in the Kerala also, because all people knows the Modiji's guarantee. Whatever the Modiji promises, he fulfills. The Vikasit Bharat, which Yatra had gone through all the panchayat of the Kerala also, all the panchayat of the Idukki district also, and now the people are very much attracting towards the NDA government, towards the Modi government. Given the guarantee of the last 10 years, he has fulfilled. As we can say, the Pradhan Mantri Awas Yojana, Pradhan Mantri Ujjwala Yojana, Pradhan Mantri Swachhata Abhiyan, toilets, the Gram Sadak Yojana, all types of Yojana, whatever the Modi ji had given the promises in the last 10 years, the Modi ji has fulfilled, including wherever our government is not in the Kerala also, but very much we have benefited the Kerala people also in the infrastructure development and the human resource development. That's why I'm saying either it is an individual scheme, otherwise it is an infrastructure development scheme. The crores of rupees have spent in the Kerala for the infrastructure development also, and also given the lakhs of people have benefited by the Modi ji scheme, by the individual schemes also. That's why I'm very much confident this time in the Kerala state we are getting the 10+ seats for the NDA, for the BJP. So in the Idukki district also we are very much hopeful that the people will support us and will win this Idukki seat also. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴിയിൽ കടുവയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളികളായ SI ജയശീലി ദമ്പതികളുടെ വളർത്തു പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളികളായ എസ്ഐയ ജയശ്രീ ദമ്പതികളുടെ വളർത്തു പശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വിവരം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനപാലകർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ ആവശ്യപ്പെട്ടു. ഇത് നമ്മുടെ വാർഡിലെ 5ാമത്തെ പശുവിനെയാണ് പിടിച്ചേക്കുന്നത്. എല്ലാവരും തോട്ടം തൊഴിലാളികളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ പശു ഉപജീവ മാർഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഈ പശുവിനെ 5ാമത്തെ പശുവായിട്ട് ഇവരുടെ ഇപ്പോൾ പിടിച്ച് അതിൻ്റെ കുഞ്ഞും പോലും വെളിയിൽ വന്ന് 2 മാസം പ്രായമുള്ള കുഞ്ഞും കൂടി വെളിയിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്ത് തോട്ടം തൊഴിലാളി രാവിലെ 5 മണിക്കും ഫാക്ടറിക്ക് പണിക്ക് പോകുന്നവരൊക്കെ രാവിലെയും രാത്രിയിലൊക്കെ ഈ വഴിക്ക് പോകും വരികയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു തീരുമാനമുള്ളത്. അതുപോലെ സ്കൂൾ ഇവിടെ അടുത്ത് 10-70 പിള്ളേർ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ പിള്ളേർ തനിച്ചാണ് ഈ വഴിക്ക് പോയി വരുന്നത്. തൊട്ടടുത്ത് വീടുകളുണ്ട്. അതുപോലെ അംഗൻവാടി ഇത് ഉണ്ട്. അതിനും പിള്ളേർ പോയി വരുന്നതാണ്. അപ്പോൾ ഇതിന് പുറകെ ഇത് ഈ കടുവയുടെ ഒരു തീരുമാനം അത് പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്കും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല ഒരു തീരുമാനം എടുത്തു തരണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഗ്രാമ്പി ഭാഗത്തു നിന്നും 5ഓളം പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം തുടരെ ഉണ്ടാവുകയും വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ. തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായതോടെ കുട്ടികളെ സ്കൂളിൽ അയക്കാനും തൊഴിലാളികൾക്ക് ജോലി നോക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഹൈറേഞ്ചിലെ പ്രസിദ്ധ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ നോമ്പാചരണത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ഭാഗമായുള്ള കുരിശുമല കയറ്റം ആരംഭിച്ചതായി നിത്യസഹായമാത ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:45 മലയടിവാരത്തുള്ള ടൗൺ കപ്പളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കും. മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. എല്ലാ ദിവസങ്ങളിലും രാത്രികാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇടദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് തീർത്ഥാടക ദേവാലയത്തിൽ വിശ്വാസികൾക്കായി ദിവ്യബലിയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഇടവക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2024 എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 9:45 എഴുകുംവയൽ ടൗൺ കപ്പലിൽ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നു. മലമുകളിൽ 11 മണിക്ക് ചെമ്പകപ്പാറ പള്ളി വികാരി ബഹുമാനപ്പെട്ട തുമ്പേരപ്പേൽ ജോർജ് അച്ഛനും വൈകുന്നേരം 5 മണിക്ക് ആനക്കുളം പള്ളി വികാരി ബഹുമാനപ്പെട്ട പള്ളിവാതുക്കൽ ജോർജ് അച്ഛനും വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നു. രാത്രി കാലങ്ങളിൽ മലമുകളിലേക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് കുരിശുമല പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. 40ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപത കാൽനട തീർത്ഥയാത്രയാണ്. അഭിയന്ന പിതാവിൻ്റെ നേതൃത്വത്തിൽ അഭിയന്ന പിതാവും കാൽനടയിൽ പങ്കെടുക്കുന്നവരും രാവിലെ എഴുകുംവയൽ ടൗൺ കപ്പേളയിൽ 10 മണിക്ക് എത്തിച്ചേരും. 10 മണിക്ക് അവിടെ നിന്നും കുരിശുമലയിലേക്ക് കുരിശിൻ്റെ വഴി പ്രാർത്ഥന, തുടർന്ന് മലമുകളിൽ 12 മണിക്ക് വിശുദ്ധ കുർബാനയും വചന സന്ദേശവും. ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പിതാവിന്റെ നേതൃത്വത്തിൽ കുരിശുമലയിലേക്കുള്ള പീഡാനുഭവ യാത്രയും നടക്കും. കട്ടപ്പനയിൽ നിന്നും രാവിലെ 6 മണി മുതലും നെടുങ്കണ്ടത്തു നിന്നും രാവിലെ 7 മണി മുതലും ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് KSRTCയും സ്വകാര്യ ബസ്സുകളും എഴുകുംവയലിലേക്ക് സർവീസ് നടത്തും. എഴുകുംവയൽ കുരിശുമലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം, കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ, തോമസ് ലിഹായുടെ രൂപം, ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രൂപം, തിരുക്കല്ലറ, കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസൂറിയ രൂപം എന്നിവ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നിത്യസഹായമാത ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, കൈക്കാരന്മാരായ ജോണിച്ചൻ ചിന്താർമണിയിൽ, മത്തായിച്ചൻ പുളിക്കൽ, തോമാച്ചൻ കോഴിപ്പൂവനാനിക്കൽ, സണ്ണി ഇട്ടിമാണിയിൽ, ജനറൽ കൺവീനർമാരായ ജോണി പുതിയാപറമ്പിൽ, ബെന്നി കൊങ്ങമല എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിൽ കുടിവെള്ളത്തിനായി 36 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. നഗരസഭയിലെ അമൃത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവൃത്തികളുടെ 1ാം ഘട്ട നടപടികളാണ് ആരംഭിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കട്ടപ്പന നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ എല്ലാ ഭവനങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. നഗരസഭയിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകളും ജലസംഭരണികളും ഉപയോഗപ്പെടുത്തിയും വിവിധ അളവുകളിലുള്ള പുതിയ വിതരണ ശൃംഖലകൾ സ്ഥാപിച്ചും നഗരസഭയിൽ 3270 ഗാർഹിക കണക്ഷനുകൾ നൽകുന്നതിനാണ് ഒന്നാംഘട്ട പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 1539 ലക്ഷം രൂപയാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ അനുവദിച്ച ഫണ്ടിൽ കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിക്ക് മുന്തിയ പരിഗണന നൽകും. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പദ്ധതി നവീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് മാസം 22-ാം തീയതി ലോക ജലദിന ദിവസം ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ 270 കോടി ദിനം ശുദ്ധജല ദൗർലഭ്യം അനുഭവപ്പെടുന്ന വേനലിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു മാസമെങ്കിലും വെള്ളം കിട്ടാത്ത അവസ്ഥ നോക്കിയാൽ 400 കോടി കഴിയും. കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3.5 കോടിയാണ്. അപ്പോൾ 400 കോടിയിലധികം ജനങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ ഈ ബുദ്ധിമുട്ട് നേരിടുന്ന ആഗോള പ്രതിഭാസം നേരിടുന്ന സന്ദർഭത്തിലാണ് നല്ല സോഴ്സിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും സമഗ്രമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. സമ്മേളനത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു. ഇടുക്കി പബ്ലിക് ഹെൽത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രവീൺ KS, നഗരസഭാ സെക്രട്ടറി R മണികണ്ഠൻ, വൈസ് ചെയർമാൻ KJ ബെന്നി, വാട്ടർ അതോറിറ്റി മധ്യമേഖല ചീഫ് എഞ്ചിനീയർ പ്രദീപ് VK, കൗൺസിലർമാരായ മനോജ് മുരളി, ലീലാമ്മ ബേബി, സിബി പാറപ്പായിൽ, ഷാച്ചി കുത്തോടി, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി ചക്കുവളം അണക്കരയിൽ നടന്നുവന്ന പടവ് 2024 സംസ്ഥാന ക്ഷീര കർഷക സംഗമം സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു. കേരള ഫീഡ്സ് നൽകുന്ന 200 കർഷകർക്കുള്ള സൗജന്യ കന്നുകാലി ഇൻഷുറൻസിന്റെ ആദ്യ നറുക്കെടുപ്പ് മന്ത്രി നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ക്ഷീരസംഘങ്ങളിൽ 25 വർഷത്തിലധികമായി ഭരണസമിതി അംഗമായവരെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച സംഘത്തിനുള്ള അവാർഡും ഇതോടൊപ്പം സമ്മാനിച്ചു. ക്ഷീരസംഗമ വിളംബര ജാഥയിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിച്ച ബ്ലോക്കുകൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. മികച്ച എക്സിബിഷൻ സ്റ്റാളുകൾക്കും മികച്ച ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫീസർ അവാർഡ് ജേതാവിനുമുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ നൽകി. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് K യൂസഫ് IAS, എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നീർണാംകുന്നേൽ, തീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോളസ് PE തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സംഘം ഭാരവാഹികൾ, ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 32ാമത് കട്ടപ്പന ബ്ലോക്ക് സമ്മേളനം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി പെൻഷൻ ഭവനിൽ KSSPU ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കൂത്രപ്പള്ളി പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. എന്താ പറയുന്നത്, പെൻഷനൊക്കെയായി വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടാതെ തൻ്റെ ആരോഗ്യവും തൻ്റെ കഴിവും തനിക്കുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസും ജീവിതം കൊണ്ട് അവർ ആർജിച്ചെടുത്ത കുറേ കഴിവുകളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ആവശ്യമുള്ളതാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നിറഞ്ഞ ഹാളിൽ. സാധാരണ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ഒന്നും വരാറില്ല. അവർക്ക് പല ആവശ്യങ്ങളും കാണും, വാർദ്ധക്യത്തിൻ്റെതായിട്ട് പ്രശ്നങ്ങളും ഒക്കെ കാണും. പക്ഷെ എങ്കിൽ പോലും നിറഞ്ഞ ഈ ഒരു സദസ്സിൽ സന്തോഷകരമായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പോൾ
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. R മുരളീധരൻ, K ശശിധരൻ, ലീലാമ ഗോപിനാഥ്, KP ദിവാകരൻ, KR രാമചന്ദ്രൻ, ത്രസ്യാമ മാത്യു, KA ജോസഫ്, PM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ബ്ലോക്ക് സെക്രട്ടറി VN സുഭാഷ് വരണാധികാരിയായിരുന്നു. വനിതാവേദി കൺവീനർ TV സാവിത്രി പ്രമേയ അവതരണം നടത്തി. നെടുങ്കണ്ടം തൂക്കുപാലത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ തൂക്കുപാലം പ്രകാശ് ഗ്രാം സ്വദേശി ബിജുവിനാണ് പരിക്കേറ്റത്. അമിത വേഗതയിലെത്തിയ കാറിൽ ഇടിക്കാതിരിക്കാനായി ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. റോഡ് നിർമ്മാണത്തിനായി ഇട്ടിരുന്ന മെറ്റലിൽ കയറി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ കാറിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ബിജുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ITIയിലെ സ്നേഹാരാമത്തിന്റെയും തുമ്പൂർമുഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നടന്നു. ITIയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാരാമവും തുമ്പൂർമുഴി പ്ലാന്റും ഒരുക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും കട്ടപ്പന ഗവൺമെന്റ് ITIയിലെ NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് സ്നേഹാരാമത്തിന്റെയും തുമ്പൂർമുഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണം നടന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബൈപ്പാസിന്റെ തുടർന്നുള്ള വികസനത്തിന് മൂടികൂട്ടുന്ന തുടക്കമെന്ന നിലയിൽ പാതയോരങ്ങൾ മനോഹരമാക്കുന്നതിന്റെ ആരംഭഘട്ടമാണ് സ്നേഹാരാമമെന്ന് മന്ത്രി പറഞ്ഞു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ വഴിയോരത്തായി സ്നേഹരാമത്തിന്റെയും തുമ്പൂർമുഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ പ്രദേശത്തെ മനോഹരമാക്കാൻ ഈ റോഡിനും ഈ പ്രദേശത്തിനും സൗന്ദര്യമേകാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രവർത്തികൾക്കാണ് ഈ കുട്ടികൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ബൈപ്പാസിന് മനോഹരമായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെയും അതോടൊപ്പം ഇരുവശത്തുമുള്ള കുടുംബങ്ങളുടെയും മറ്റ് സ്വാശ്രയ സംഘടനയും എല്ലാം നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മനോഹരമായിട്ടുള്ള റോഡാക്കി നമുക്കിത് മാറ്റാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നഗരസഭയിൽ സ്നേഹാരാമം ഒരുക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ITIയിലെ NSS യൂണിറ്റിനുള്ള സ്നേഹോപഹാരം മന്ത്രി കൈമാറി. ഒപ്പം സ്നേഹാരാമത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികളെ മന്ത്രി അനുമോദിച്ചു. യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കോളേജ് പ്രിൻസിപ്പൽ ആംസ്ട്രോങ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, വാർഡ് കൗൺസിലർ ഷാജി കുത്തോടി, നഗരസഭാ സെക്രട്ടറി R മണികണ്ഠൻ, ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, കോളേജ് സ്റ്റാഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ CHCയിൽ ജീവനക്കാരുടെ കുറവ് രോഗികളെ ദുരിതത്തിലാക്കുന്നു. 4 ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട ആശുപത്രിയിൽ 2 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ജീവനക്കാരുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് നാളുകളായി ജീവനക്കാരുടെ കുറവ് വെല്ലുവിളി ഉയർത്തുന്നത്. 4 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കേണ്ടത്. എന്നാൽ നിലവിൽ 2 ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ആയതിനാൽ മറ്റ് വിവിധ ചുമതലകൾ കൂടി വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഒരു ഡോക്ടറുടെ സേവനമാണ് ആശുപത്രിയിൽ ലഭിക്കുക. ഇതോടെ രോഗികൾ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയുണ്ടാകും. നിരവധിയായ ആളുകളാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഒപ്പം മറ്റു ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. ഇത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. 400-450 പേഷ്യൻ്റ് OPയിൽ വന്ന് പരിശോധന നടത്തുന്നുണ്ട്. രാവിലെ ഒരു ഡോക്ടറും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ഡോക്ടറുമാണ് ഉള്ളത്. ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് കുടുംബശ്രീയുടെ ആളുകൾ ഇവിടെ ചീട്ടെഴുതുന്നതിനും മറ്റും ഒക്കെ ഉണ്ട്. 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനക്കാരില്ലാത്തതിനാൽ ഒരു ജീവനക്കാരൻ തന്നെ വേണം അവിടെ രോഗികളുടെ മരുന്ന് വെച്ച് കിട്ടാനും അതോടൊപ്പം തന്നെ അതിന് ശേഷം വന്ന് ഇവിടെ ചീട്ടെഴുതാനും. ഇതുമൂലം എത്തുന്ന രോഗികൾ കൂടുതൽ സമയം അവിടെ ഇരിക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ രോഗികൾക്ക് പിന്നെ വീൽ ചെയറിൽ രോഗികളെ തള്ളിക്കൊണ്ടു പോകേണ്ട റാമ്പിൻ്റെ പണി തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. റാമ്പിൻ്റെ പണി മുടങ്ങി ആ പണി നടക്കുന്നില്ല. ഭൗതിക സാഹചര്യങ്ങൾ ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രിയിൽ നല്ല അടിയന്തരമായിട്ടുണ്ടാകേണ്ടതാണ്.
ജീവനക്കാരുടെ കുറവിനൊപ്പം ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും ആശുപത്രി ഏറെ പിന്നിലാണ്. പല അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. കണ്ണമ്പടി ആദിവാസി മേഖലയടക്കമുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഏക ആശ്രയം ഉപ്പുതറ സർക്കാർ ആശുപത്രിയാണ്. ഒപ്പം മേഖലയിലെ നിർധനരായ തോട്ടം തൊഴിലാളികളും ഈ ആശുപത്രിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ജില്ലയിലെ ആദ്യകാല ആശുപത്രികളിലൊന്നായ ഉപ്പുതറ സർക്കാർ ആശുപത്രി നേരിടുന്ന അവഗണനയ്ക്ക് പരിഹാരം കണ്ട് ആവശ്യമായ ജീവനക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കയർഫെഡിന്റെ നേതൃത്വത്തിൽ പീരുമേട് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പീരുമേട് നിയോജക മണ്ഡലത്തിലെ അങ്കണവാടികൾക്ക് സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. പീരുമേട് AVG ഹാളിൽ നടന്ന പരിപാടി വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയർഫെഡിന്റെ സഹകരണത്തോടെ പീരുമേട് MLA വാഴൂർ സോമന്റെ 2023-24 പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെ അങ്കണവാടി കുട്ടികൾക്കായി സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തത്. AVG ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ 628 സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ അധ്യക്ഷത വഹിച്ച യോഗം MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ലോക ഭൂപടത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് എത്തുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, അത്ര ബൃഹത്തായ പദ്ധതികളാണ്. AI മേഖലയിലും വൻപിച്ച കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തിക്കൊണ്ടു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N സുകുമാരി, പീരുമേട് AEO M രമേശ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സുമി ചെറിയാൻ, കയർഫെഡ് മാനേജിംഗ് ഡയറക്ടർ M അനുരാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. കലുങ്കുകൾ കേന്ദ്രീകരിച്ചാണ് സാമൂഹിക വിരുദ്ധർ അറവ് മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കുന്നത്. മാലിന്യത്തിൽ നിന്നും വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതോടെ മൂക്കുപൊത്തി വേണം ഇതുവഴി കടന്നു പോകാൻ. അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ ചപ്പാത്ത് കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായ കലുങ്കുകൾക്കടിയിലാണ് സാമൂഹിക വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ തള്ളുന്നത്. അറവ് മാലിന്യവും മത്സ്യമാലിന്യവും അടക്കമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ചപ്പാത്തും പരിസര പ്രദേശങ്ങളുമായി ഈ മലയോര ഹൈവേയുടെ സൈഡുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അറവ് മാലിന്യങ്ങളും ചീഞ്ഞ മത്സ്യങ്ങളും കൊണ്ടിട്ട് ചീഞ്ഞ് നാറുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ കുറേ തവണയായി ഈ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ഇങ്ങനത്തെ ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന മൂലം മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായതുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്തും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൻ്റെ അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തണമെന്നും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കുറേ പ്രാവശ്യമായിട്ട് ഈ റോഡിൻ്റെ വശങ്ങളിലൊക്കെ കൊണ്ട് ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുകയും മത്സ്യങ്ങൾ കൊണ്ട് തള്ളുകയും അറവ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് നിരവധി തവണ ഇവിടെ അറവ് മാലിന്യമടക്കം നിക്ഷേപിച്ചതോടെ മാധ്യമങ്ങൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ക്യാമറ സ്ഥാപിച്ച മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തുമെന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപം തുടരുകയാണ്. വിഷയത്തിൽ പരിഹാരം കാണാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരു പതിറ്റാണ്ടിനടുത്ത തൊടുപുഴയുടെ മനസ്സു തൊട്ടറിഞ്ഞ സമാനതകളില്ലാത്ത പുതുമകളും ഇതുവരെ കാണാത്ത മികവും കൊണ്ട് 20 ലക്ഷത്തിലധികം വരുന്ന ഉപഭോക്തൃ മനസ്സുകളിൽ സ്ഥാനം ഉറപ്പിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇനി ഏറെ വലുതാകുകയാണ്. ജനസമ്മതിയുടെ വലിയ സ്വീകാര്യതയ്ക്കൊപ്പം രാജകീയ പ്രൗഢിയോടെ തൊടുപുഴയുടെ വലിയ മഹാറാണിയുടെ ഉദ്ഘാടനം മാർച്ച് 2 നടക്കും. മണ്ണിന്റെ നേരറിഞ്ഞ നാടിന് അതുല്യമായൊരു അനുഭവമേകാൻ ഒരുങ്ങുന്ന മികവിന്റെ ഈ വലിയ മഹാറാണി തെന്നിന്ത്യൻ താരറാണി സമാന്ത മാർച്ച് 2 രാവിലെ 10 മണിക്ക് നാടിന് സമർപ്പിക്കും. നമസ്കാരം തൊടുപുഴ. I am coming to see the biggest Maharani. Very excited to see all of you. See you soon. മധ്യ കേരളത്തിലെ ഈ മികവിന്റെ മഹാറാണിക്കൊപ്പം ഇന്ത്യയുടെ നാനാദിക്കിൽ നിന്നുമുള്ള വൈവിധ്യങ്ങളുടെ വിസ്മയവും ഒരുമിക്കുകയാണ് ഇവിടെ. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വെഹിക്കിൾ ഫ്ളാഗ് ഓഫ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. കൂടാതെ ചടങ്ങിൽ തൊടുപുഴ നഗരസഭ 6ാം വാർഡ് കൗൺസിലർ അഫ്സൽ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA, മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പള്ളി, മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
ഓരോ വധുവിൻ്റെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുസരിച്ച യൂണിക് ഡിസൈനിലും വ്യത്യസ്ത ട്രെൻഡിലും നിറത്തിലുമുള്ള കല്യാണ സാരികൾ, ലെഹങ്കകൾ, ഗാഗ്ര ചോളി, ഫ്രോക്കുകൾ, ദാവണി സെറ്റുകൾ എന്നിവയ്ക്കൊപ്പം ഓരോ വരന്മാരുടെയും ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സു നിറയ്ക്കുന്ന ട്രെൻഡും ട്രഡീഷണലും ഒരുമിക്കുന്ന ഷർട്ടുകൾ, മുണ്ടുകൾ തുടങ്ങി വെസ്റ്റേൺ വെയറുകളായ ഷോർട്സ്, ജീൻസ് എന്നിങ്ങനെയുള്ള വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരം മഹാറാണിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ചിന്നക്കനാൽ BL റാമിൽ കാട്ടാനശല്യം അതിരൂക്ഷം. മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് BL റാമിലെ കാട്ടാനശല്യം. എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആന എവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തൊഴിലാളികൾക്ക് പണിക്ക് പോകുന്നത്. അപ്പോൾ ആന എവിടെ ഇല്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ പണിക്ക് പോകുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് പണിയില്ല. ആന എങ്ങനെ ഏലമെല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം. മറ്റ് കൃഷി ചെയ്യാൻ ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. ഏല മാത്രമേ ഇവിടെ കൃഷി ആ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളൂ. നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ആയിരുന്നു. ഇഞ്ചി കൃഷി ഇല്ലാതായി ഏല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആന കന്നാലി തിരുന്ന പോലെ വന്ന് തില്ലുക. നേരത്തെയൊക്കെ ആന വന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോകുന്നു. ഇപ്പോൾ പോവില്ല. വന്നോട്ട് തന്നെ നിൽക്കുക. അതുപോലെ 7 മണിക്കൊക്കെ പാൽ മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ്ടും പരിക്ക് പറ്റി വന്നിരിക്കുന്നത്. ഈ 2 ആഴ്ചയ്ക്കുള്ള ഇവിടെ എല്ലാ ഭാഗത്ത് 2 ആളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാം. ഫോറസ്റ്റുകാർ വരും, അവർ എവിടെ ഉള്ളതെന്ന് നോക്കി കുറേ ആൾക്കാർ അവരോട് പോകും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പാട്ട വെട്ടാൻ പാടില്ല, കവണ വെച്ചേറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ പിടിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സ്വൈരമായ സ്ഥലത്ത് നിർത്തി വേലി കെട്ടിയോ ട്രഞ്ചി വെട്ടിയോ അല്ലെങ്കിൽ മെൽസ്യം വേലി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അതിന് തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ കൊല്ലാനൊന്നും പറയുന്നില്ല. അത് ആരും ജീവിക്കണ്ടേ, ജീവിച്ചു പോയില്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. നമ്മുടെ അടുത്ത കർണാടക സ്റ്റേറ്റിലേക്കാണെങ്കിൽ ആനയെ അവിടെ ട്രഞ്ച് വെട്ടി ട്രഞ്ചിനകത്ത് നിർത്തി മെൽസ്യം ട്രഞ്ച് ഇടിച്ച് പുറത്ത് പോയാൽ പോലും ഈ സോളാർ വേലി കൊണ്ട് എർത്ത് അടിച്ച് റിട്ടേൺ ആ സ്ഥലത്ത് നിൽക്കും. അപ്പോൾ കൃഷിക്കാരെ സംരക്ഷിക്കും. കൃഷിക്കാരുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പട്ടിണി ദാരിദ്ര്യം മാറുകയുള്ളൂ. ഈ വന്യമൃഗങ്ങളുണ്ട് ഇവിടെയുള്ള രാജ്യത്തുള്ള ജനങ്ങൾ ജീവിക്കാൻ പറ്റുമോ? മുൻപ് BL റാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മൊട്ടവാലനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. മതികെട്ടാനിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കും. കാർഷിക മേഖല വിട്ട ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ആനശല്യം ഭയങ്കര ശല്യം. வீட்டில் ராத்திரிக்கு உறங்க முடியலை. காடெல்லாம் அடித்து நொறுக்குது. இதுக்கு எங்கிட்டாவது ஆணையை பத்திட்டு போய் விட்டாத்தே, இல்லாட்டி இங்கே ஒரு மனுஷர் இருக்க முடியாது. ராத்திரி மொத்தம் இங்கேதே ஆனை. வீட்டு பக்கத்தில் இது வீடு, இது தோட்டம். எப்பயும் ராத்திரி 6 மணியிலிருந்து காலையில் 6 மணி வரை இங்கே தான் கிடக்குது. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത്. കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏത് നിമിഷവും കാട്ടാനകളെത്തും. ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലേല വിവരം. ആകലോട്ട് 120, വിൽപ്പനയ്ക്ക് വന്നത് 24,050, വിൽപ്പന നടന്നത് 23,240. കൂടിയ വില 1,767, ശരാശരി വില 1,374. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1,450, ഏലം ശരാശരി വില 1,150. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 80, റബ്ബർ 155. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,760 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാലം തീരാൻ പോകുകയാണെന്നും KPCC പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും LDF സ്ഥാനാർത്ഥി. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് തിരുവനന്തപുരത്ത് നടന്ന CPM സംസ്ഥാന കമ്മിറ്റി. ഇതോടെ ജോയ്സ് ജോർജ് ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നത് ഇത് 3ാം തവണ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പട്ടയമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല പട്ടയമേള വ്യാഴാഴ്ച ചെറുതോണിയിൽ നടക്കും. സംസ്ഥാനതല പട്ടയമേളയുടെ തത്സമയം 14 ജില്ലകളിലും നടക്കുന്ന ജില്ലാതല പട്ടയമേളകളിലായി വിതരണം ചെയ്യുന്നത് 30,000-ഓളം പട്ടയങ്ങൾ. കേരളത്തിൽ BJP 10-ലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത്. മോദി ഗ്യാരണ്ടി ഇത്തവണ കേരളത്തിൽ പ്രതിഫലിക്കും. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും BJPയുടെ വികസിത് ഭാരത് യാത്ര എത്തുമെന്നും പ്രമോദ് സാവന്ത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.